എന്റെ കല്യാണമായി. ഫെബ്രുവരി 31 എന്തായാലും ഞാൻ നിങ്ങൾക്ക് ആരും പറയില്ല. അങ്ങനെ പറയരുത്. ഒരിക്കലും അറിഞ്ഞു വരാൻ സാധ്യതയില്ല. അനീഷേട്ടൻ ഈ കേരളത്തിൽ വേറെ ആണുങ്ങളൊന്നുമില്ല. അനീഷേട്ടൻ ഈ കേരളത്തിൽ വേറെ ആണുങ്ങളൊന്നുമില്ല. അതിവിടെ അനീഷിന്റെ പേന അതാ. അങ്ങനെ എന്തെല്ലാം കേൾക്കണം, എന്തെല്ലാം കാണണം അല്ലെ. അനുമോൾ ബിഗ് ബോസ് സീസൺ 7 വിന്നർ ആയിട്ടുള്ള അനുമോൾ അങ്ങനെ ആ സത്യം അങ്ങനെ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. എന്റെ കല്യാണമായിട്ടോ, എന്റെ കല്യാണമായി, പക്ഷേ അത് ആരോടും പറയില്ല. അതായത് ആരാണെന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന തരത്തില് എന്നാണെന്നോ ഒന്നും പറയത്തില്ല. പക്ഷെ എന്റെ കല്യാണമായിട്ടോ, നടക്കട്ടെ, നല്ല കാര്യമുണ്ടേ, കല്യാണമൊക്കെ കഴിക്കൂ. പക്ഷേ അതിനുശേഷം മറ്റൊരു ചോദ്യം അവിടെ ഉയർന്നു. ആരാണ് വരൻ, ആരാണ് ആൾ, അനീഷാണോ അനീഷേട്ടനാണോ എന്നുള്ള ഒരു ചോദ്യം അവിടെ ഉയർന്നു. അതിന് അനുമോൾ കൊടുത്ത ഒരു മറുപടിയും ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അനുമോൾ തിരിഞ്ഞ് ആരാണ് ആ ചോദ്യം ചോദിച്ചത്, അതെന്താ ഈ ലോകത്ത്, ഈ കേരളത്തില് അനീഷേട്ടനല്ലാതെ വേറെ ആണുങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ള ഒരു ചോദ്യം അനുമോളിൽ നിന്നും വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഈ ചോദ്യം ശരിക്കും പറഞ്ഞാൽ അനുമോളോട് ചോദിക്കാനായിട്ട് എന്തിന്റെ ആവശ്യമാണ് ശരിക്കും പറഞ്ഞാൽ. ഈ ഒരു കേസ് കെട്ടെ അവസാനിപ്പിച്ച ഒരു കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഈ ചോദ്യത്തിന് എന്ത് പ്രസക്തിയാണ് ഇരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഈ ഒരു സംഭവ വികാസം അനീഷ് എന്ന് പറയുന്ന വ്യക്തി BB ഹൗസിനുള്ളിൽ വെച്ച് തന്നെ വേണ്ട എന്ന് വെച്ചാൽ ഉറപ്പിച്ച ഒരു സംഭവമാണ്. ഇനിയിപ്പോ എന്ത് തന്നെ ആയാലും ആ ഒരു സമയത്ത് തോന്നിയ ഒരു ഇഷ്ടം അനീഷ് തുറന്നു പറഞ്ഞു അനുമോളെടുത്ത്. അതിന് തിരിച്ചൊരു നെഗറ്റീവ് റിപ്ലൈ കിട്ടിയപ്പോഴത്തേക്കും അനീഷ് അവിടെ കൊണ്ട് ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തു. പിന്നെ അനീഷ് പിറകെ നടക്കാനോ അല്ലെങ്കിൽ ഒലിപ്പിച്ച് നടക്കാനോ ഒന്നിനും പോയിട്ടില്ല. അത് അതിന്റെ അകത്ത് വെച്ചായാലും പുറത്തിറങ്ങിയതിനു ശേഷം ആയാലും അനീഷ് ആ ചാപ്റ്റർ അവിടെ വെച്ച് ക്ലോസ് ചെയ്തു. ഇതിനെല്ലാം ശേഷം അനീഷും അനുമോളും ഒരുമിച്ച് ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോൾ പോലും ഈ ഒരു ചോദ്യം കേട്ടപ്പോഴത്തേക്കും അനീഷ് വെട്ടി തുറന്ന് പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് അത് ക്ലോസ് ചെയ്തു എന്നുള്ളത്. അനീഷ് ഏഷ്യാനെറ്റിന്റെ ഇന്റർവ്യൂവിൽ തന്നെ അനീഷ് ആ ഒരു സംഭവം പറഞ്ഞിട്ടുള്ളതാണ്. എല്ലാ രീതിയിലും കട്ട് ചെയ്തു എന്നുള്ളത് അനീഷ് പച്ചയ്ക്ക് പറഞ്ഞു. അത് അനുമോള് പറയുന്നതിനെക്കാട്ടിലും കൂടുതൽ പച്ചയ്ക്ക് അനീഷാണ് അത് തുറന്നടിച്ച് പറഞ്ഞതെന്ന് പറയും. എന്നിട്ടും പിന്നെ എന്തിനാണ് ഈ ചോദ്യം ചോദിച്ചുകൊണ്ട് ഈ പിറകെ നടക്കേണ്ട വല്ല ആവശ്യമുണ്ടോ ശരിക്കും പറഞ്ഞാൽ? അനാവശ്യ കാര്യമല്ലേ ഇതൊക്കെ വീണ്ടും വീണ്ടും ചോദിക്കേണ്ടതെന്ന് പറയുന്നത്. എന്തായാലും അനുമോള് കൊടുത്ത ആ ഒരു ഉത്തരം അത് ശരിയായില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം എപ്പോഴും ഈ ചോദ്യം ചോദിക്കേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞ കേസാണ്. അതായത് ഈ പറയുന്ന രീതി അനീഷ് തന്നെ പച്ചയ്ക്ക് പറഞ്ഞു എനിക്ക് താല്പര്യമില്ല എന്നുള്ളത് അനീഷ് തന്നെ പറഞ്ഞു. പിന്നെ എന്തിനാണ് അത് അനീഷാണോ അതാണോ അനീഷിന്റെ പേര് അതിലേക്ക് വലിച്ചഴിക്കേണ്ട ഒരാവശ്യമില്ല. അനുമോൾ ആരെ കല്യാണം കഴിക്കുക, ആരോടെ ജീവിക്കുക, അവര് മുന്നോട്ട് എങ്ങനെ പോട്ടെ, ആ ഒരു തരത്തിൽ വിട്, പ്രശ്നം തീർന്നല്ലോ. പിന്നെ അതിൽ അനീഷേട്ടനാണോ അനീഷാണോ അതാണോ ഇതാണോ എന്നൊക്കെ ചോദിച്ച് അവരൊക്കെ ഒരു കോണ്ടന്റിന് വേണ്ടിയിട്ട് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ. പക്ഷെ എന്തിനാണ് വെറുതെ? കാരണം ഇത് പലവട്ടമായില്ലേ, ഇതിപ്പോ ഒരു വട്ടോ രണ്ടു വട്ടം ആണെങ്കിൽ ശരിയെന്ന് പറയാം. ഇത് കാണുമ്പോഴത്തേക്കും അനുമോളുടെ അടുത്തായാലും അനീഷിന്റെ അടുത്തായാലും ഇതേ ചോദ്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്യുമ്പോഴത്തേക്കും ബോറായി തോന്നുന്നു ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ട് ഇപ്പൊ അനുമോൾ എടുത്ത് പറഞ്ഞ ആ ഒരു കാര്യം, അതായത് എന്റെ കല്യാണമായി, സ്വാഭാവികമായിട്ടും ഈ പറയുന്ന രീതിയിൽ അനീഷേട്ടനാണോ എന്നുള്ള ചോദ്യം അവിടെ ഉയർന്നു. അതിന്റെ ആവശ്യമില്ലായിരുന്നു. ഇനി അവർ ചോദിച്ചതെന്ന് പറഞ്ഞാൽ അവരെ കുറ്റം പറയാനൊന്നും പറ്റത്തില്ല. കാരണം ഈ ചോദ്യത്തിനൊരു ഉത്തരവാദി എന്ന് പറയുന്നത് അനുമോൾ തന്നെയാണ്. കാരണം അവിടെ വെച്ച് BB ഹൗസിനുള്ളിൽ വെച്ച് നടന്ന കാര്യങ്ങളൊക്കെ തന്നെയും അനുമോളുടെ ഭാഗത്തു നിന്നുണ്ടായ ചില മിസ്റ്റേക്കുകളൊക്കെ തന്നെയും അനീഷിന് അനുമോളോട് തോന്നിയ ഒരു ഇഷ്ടമായി മാറുകയും ചെയ്തു. അവസാനം കളി കൈവിട്ട് പോയപ്പോഴത്തേക്കും സ്റ്റാർ മാജിക് അല്ല, ഇത് BB ഹൗസ് ആണ്, എല്ലാവരും ഒരുപോലെ തമാശയ്ക്ക് എടുക്കണമെന്നില്ല. കാരണം ഫീലിങ്സ് എന്ന് പറയുന്നത് പലർക്കും പല രീതിയാണ്. ചിലർ തമാശയായിട്ട് എടുക്കും, ചിലർ സീരിയസ് ആയിട്ട് എടുക്കും. അത് നമ്മുടെ ഓരോ പ്രവൃത്തി അനുസരിച്ചിരിക്കും. ഇപ്പം അനുമോൾ എന്ന് പറയുന്ന വ്യക്തി അതിനുള്ളിൽ വേറൊരു തരത്തിലുമുള്ള രീതിയിൽ നിൽക്കാതെ ഒരു സിസ്റ്റർ എന്നുള്ള രീതിയിലൊക്കെ തന്നെ ആയിരുന്നു അനുമോൾ ആ ഒരു രീതിയിൽ പ്രകടമാക്കിയിരുന്നതെങ്കിൽ ഈ ഒരു ഇഷ്യൂ അവിടെ ഉണ്ടാവത്തില്ലായിരുന്നു. അനീഷിന് അങ്ങനെ ഒരു തോന്നലേ അവിടെ ഉണ്ടാവത്തില്ലായിരുന്നു. പക്ഷേ ഗെയിമിന്റെ ഭാഗമായിട്ടോ എന്തെങ്കിലും അനുമോൾ അങ്ങനെ കാണിച്ചു. അനീഷിന് അത് ഇഷ്ടം തോന്നുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. അത് അവിടെ വെച്ച് കാര്യങ്ങൾ പറഞ്ഞു. അത് നെഗറ്റീവ് എന്നുള്ള തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയപ്പോഴത്തേക്കും അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്ത കാര്യം അത് പിന്നെ ഇറങ്ങിയതിന് ശേഷവും പിന്നെ അതൊരു ചോദ്യോത്തര കാര്യങ്ങളായി മാറി. അതിനും പിന്നെ അനീഷ് ഫുൾ സ്റ്റോപ്പ് ഇട്ടു. എന്നിട്ടും ഇപ്പോഴും, അതായത് ഈ 3 മാസം കഴിഞ്ഞിട്ടും വീണ്ടും ആ ചോദ്യത്തിന് എന്ത് പ്രസക്തിയാണെന്ന് മനസ്സിലാവുന്നില്ല ശരിക്കും പറഞ്ഞാൽ. എന്തായാലും അനുമോളുടെ പിറക്കേന്ന് പോവാത്ത ഒരു ബാധയായിട്ട് മാറിയിരിക്കുകയാണ് ഈ ഒരു ചോദ്യം എന്ന് വേണമെങ്കിൽ എടുത്തു പറയാം. അനുമോളുടെ ആയാലും അനീഷിനെ കണ്ടു കഴിഞ്ഞാൽ ചോദിക്കും അനുമോളുമായിട്ട് എങ്ങനെയാണ്, അനുമോളെ കല്യാണം ആലോചിക്കാൻ പോകുമോ എന്നൊക്കെ ഇപ്പോഴും ചോദിക്കുന്നവരുണ്ട്. അനുമോളെ കണ്ടു കഴിഞ്ഞാൽ നേരെ തിരിച്ച് അനീഷിനെ കെട്ടുമോ, അനീഷ് വന്നു കഴിഞ്ഞാൽ സ്വീകരിക്കുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചോദ്യം. ദയവ് ചെയ്ത് നിങ്ങൾ ഈ ചോദ്യം ഒന്ന് നിർത്തുന്നതായിരിക്കും നല്ലത്. അവർക്ക് വേണ്ടാന്ന് അവർ തീരുമാനിച്ചു കഴിഞ്ഞു. ഈ പറഞ്ഞത് അനീഷായാലും അതിന് സ്റ്റോപ്പ് ഇട്ടു, അനുമോളായാലും ആ കാര്യം വിട്ടു. വെറുതെ അവരുടെ കാര്യം നോക്കിയിട്ട് പോട്ടെ മുന്നോട്ട്. അതിനിടയിൽ ചെന്നിട്ട് വീണ്ടും ഇതുപോലുള്ള കാര്യങ്ങൾ ചോദിച്ച് എന്തിനാണ് ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കുന്നത്? എന്തായാലും ഒരു കാര്യം അനുമോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ്, അനുമോളുടെ കല്യാണക്കാര്യം എന്തായാലും തുറന്നു പറഞ്ഞിരിക്കുകയാണ്. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വെച്ച് അനുമോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ
എനിക്ക് തോന്നുന്നത് 1.5 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും കല്യാണം ഒന്നാം കണ്ടാണെന്ന് അന്ന് പറഞ്ഞതെന്ന് പറയുന്നത്. അതിപ്പോൾ കണ്ടപ്പോഴത്തേക്ക് മനസ്സിലായ കാര്യം അതാണ്. പക്ഷെ ഇപ്പോൾ പെട്ടെന്ന് ഈ കല്യാണം ഇനി സീരിയസ് ആയിട്ട് തന്നെയാണോ എന്ന് പറഞ്ഞത്. പക്ഷെ അനിമോൾ ആയതുകൊണ്ട് തന്നെ എങ്ങനെ വേണോ എടുക്കാം. പക്ഷെ ഒരു കാര്യം ഇപ്പൊ പറഞ്ഞതും ശരിയാണ്. അതായത് അന്നും അനിമോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ആരെയും വിളിക്കത്തില്ല, ആരും അറിയാതെ കല്യാണം കഴിക്കും, അതിനൊക്കെ ശേഷം മാത്രമേ എല്ലാവരും അറിയത്തുള്ളൂ എന്നുള്ളത് അനിമോൾ അന്ന് അതിൻ്റെ അകത്ത് വെച്ചും പറഞ്ഞൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ സെയിം അനിമോൾ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്. എന്തായാലും നടക്കട്ടെ, അനിമോൾ കല്യാണം കഴിക്കട്ടെ, അതോടൊപ്പം തന്നെ അനീഷും കല്യാണം കഴിക്കട്ടെ. അനീഷും പെണ്ണു നോക്കുക തന്നെയാണ്, അനീഷും കല്യാണം കഴിക്കട്ടെ, എല്ലാവരും നല്ല അടിച്ചുപൊളിച്ച് ജീവിക്കട്ടെ, പ്രശ്നം തീർന്നില്ലേ? അതുകൊണ്ട് തന്നെ ഈ കുത്തിത്തിരിപ്പം ചോദ്യങ്ങൾ ഇനിയെങ്കിലും അവസാനിപ്പിക്കുക. അനിമോക്ക് ഇഷ്ടപ്പെട്ട ആളെ കല്യാണം കഴിക്കട്ടെ, അനീഷിന് ഇഷ്ടപ്പെട്ട ഒരാളെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കട്ടെ. ഇവിടെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് പറയുക. അതായത് ഇപ്പോൾ അനിമോൾ ഫാൻസ് ആയാലും അനീഷിനെ ഇഷ്ടപ്പെടുന്നവരായാലും തന്നെ ഈ ചോദ്യം ഇനി എന്തെങ്കിലും തരത്തിലുള്ള പ്രസക്തി ഉണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഒരു കാര്യമില്ലല്ലോ. വെറുതെ ഈ ചോദിച്ച ചോദ്യം അത് ന്യായമായിട്ടുള്ള ഒരു ചോദ്യമാണോ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക.